നമ്മുടെ കണ്ണൂർ നിയോജകമണ്ഡലം വികസന പ്രവർത്തനങ്ങളുടെ രൂപം കൊടുക്കുന്നതിന് രൂപീകരിച്ച കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയാണ് ഇവിടെ ആമുഖമായി സംസാരിച്ച സഖാവിൻ ബാബു അതുവഴിയുണ്ട്, നമുക്കെല്ലാം അറിയാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുമായി ഒന്ന് ആശയവിനിമയം നടത്താൻ വേണ്ടിയുള്ളതാണ്. ഇപ്പോൾ കണ്ണൂർ നിയോജക മണ്ഡലത്തിൻ്റെ ഒരു വികസന സെമിനാർ ഈ മാർച്ച് 14-ാം തീയതി രാവിലെ 10:30 മണിക്ക് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ചിരിക്കുന്നു. നിയോജക മണ്ഡലം വികസന സെമിനാറാണ്. ആ വികസന സെമിനാറിൽ വികസന സെമിനാറിൽ പങ്കെടുക്കുന്നതിന് വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടവർ, നിങ്ങളെപ്പോലുള്ള സുഹൃത്തുക്കൾ, നമ്മുടെ ഈ വികസനോന്മുഖമായ പരിപാടികളുമായി സഹകരിക്കുന്ന ജീവിതത്തിലെ വ്യത്യസ്തമായ ചില സ്ഥാപനങ്ങളും അവരെല്ലാം വിളിച്ചിട്ടുണ്ട്. അത് ഇവിടെ ചന്ദ്രശേഖർ പറഞ്ഞതുപോലെ നമ്മുടെ 10 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തോടൊപ്പം എന്തായിരിക്കണം കണ്ണൂരിൻ്റെ ഇനി അങ്ങോട്ടുള്ള ഭാവിയുടെ പ്രവർത്തനങ്ങൾ എന്നുകൂടി ജനങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കേൾക്കാനുള്ള ഇതുകൂടിയാണ്. 1600 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് കണ്ണൂർ മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നടന്നത്. പശ്ചാത്തല മേഖലയിൽ മാത്രം 1110 കോടി രൂപ ചെലവഴിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇത്രയും കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട്. ആ ചെലവഴിച്ചതെല്ലാം തന്നെ പ്രാദേശികമായി ഓരോ ജനകീയ ആവശ്യങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ, നാടിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ കേട്ട് ഇതിനെല്ലാം പ്രാധാന്യം കൊടുക്കണം, ഇതെല്ലാം മുൻഗണന കൊടുക്കണം എന്നെല്ലാം ഉള്ളൊരു പൊതുചർച്ച. ഞങ്ങൾ മാത്രം തീരുമാനിച്ചതല്ല, ഇത് നൽകിയവരുമായും പ്രധാനപ്പെട്ട വ്യക്തികളുമായിട്ടും സംസാരിച്ചതാണ്. ജില്ലാ ആസ്ഥാന നിയോജക മണ്ഡലം എന്നതിനാൽ ദീർഘവീക്ഷണത്തോടെയാണ് ഓരോ പ്രവർത്തനങ്ങളിലും ഞങ്ങൾ ജാഗ്രത കാണിച്ചിട്ടുണ്ട്. മണ്ഡലത്തിലെ എല്ലാ PWD റോഡുകളും മെക്കാഡം ചെയ്യുക എന്ന് ലക്ഷ്യമാണ് ഉയർപ്പെട്ടത്. റോഡിൻ്റെ കാര്യത്തിൽ എപ്പോഴും ആളുകൾ പരാതിയാണ്, കൊണ്ട് കുഴിയെന്നെല്ലാം പറയുന്നത്. മെക്കാഡണ്ട അത് റോഡ് 54 കോടി രൂപയാണ് ഇതിൽ ചെലവഴിച്ചത്, ഈ റോഡുകളുടെ കാര്യത്തിൽ മാത്രം. സംസ്ഥാനത്തെ തന്നെ ഒരു മണ്ഡലത്തിലെ എല്ലാ PWD റോഡുകളും മെക്കാഡം ചെയ്യുന്ന ആദ്യ നിയോജക മണ്ഡലമാണ് കണ്ണൂർ എന്ന ഒരു സവിശേഷത കൂടി ഉണ്ട് എന്നാണ് തോന്നുന്നത്. 35 റോഡുകൾ തിരഞ്ഞെടുത്ത് പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട്. എല്ലാ റോഡും എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെടുന്നതിൻ്റെ പ്രാധാന്യം കണക്കെടുത്തുകൊണ്ട് 10 കോടി രൂപ ഇതിനകം അനുവദിച്ചു കഴിഞ്ഞു. 5 പാലങ്ങൾ നിർമ്മിച്ച് 2 പാലങ്ങൾ നിർമ്മാണം പുരോഗമിക്കുന്നു. 7 പാലങ്ങൾക്ക് ഭരണാനുമതി ലഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ഭരണാനുമതി ലഭിക്കുന്നത് ഉൾപ്പെടെയുള്ള സാങ്കേതിക ഭൗതിക അനുവാദങ്ങളും സാഹചര്യങ്ങളും ഉണ്ടാക്കുക എന്ന് പറയുന്നത് ശ്രമം കൂടി വേണം. അതെല്ലാം ചെയ്തിട്ടാണ് ഈ കാര്യം ചെയ്യുന്നത്. ജില്ലാ ആസ്ഥാനം എന്ന പരിഗണന നൽകി നഗരത്തിലെ ഗതാഗതക്കുരുക്ക് ശാശ്വതമായി പരിഹരിക്കാൻ തയ്യാറാക്കിയതാണ് സിറ്റി റോഡ് ഇംപ്രൂവ്മെൻറ്റ് പദ്ധതി. കണ്ണൂർ നഗരത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്നതിന് സഹായിക്കുന്നതാണ് ഈ പരിപാടി. 748 കോടി രൂപയുടെ പദ്ധതിയാണ്. 11 റോഡുകൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് നിലനിർത്തപ്പെടും. ഈ പദ്ധതിയുടെ ഭാഗമായി 3 റോഡുകൾ പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞു. ഇതിൽ ഉൾപ്പെടുന്ന ഒന്നാണ് മേലെ ചൊവ്വ മേൽപ്പാലം പ്രവൃത്തി, കാൽടെക്സ് മേൽപ്പാലത്തിൻ്റെ അനുബന്ധ പ്രവർത്തനങ്ങൾക്ക് ഇതെല്ലാം. ഇതിന് ഈ 11 റോഡുകൾ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉയർത്തുന്നതിന് സ്വാഭാവികമായും ചെറുതും വലുതുമായ ചില അസൗകര്യങ്ങളൊക്കെ ഇന്ന് വന്നതുകൊണ്ട് അതൊന്നും ഇല്ലായിരുന്നെങ്കിൽ അത് പൂർത്തിയാക്കാൻ കഴിയുമായിരുന്നു. സ്ഥലമെടുപ്പ് നടത്തിയപ്പോൾ അതിന് സ്വാഭാവികമായി ഉണ്ടാകുന്ന ചെറിയ രസവാദങ്ങൾ, ഇതെല്ലാം കൊണ്ടാണ് കാലതാമസം ഉണ്ടായത്. ഹൈക്കോടതി കേസ് പോലും ഉണ്ടായിരുന്നു. ഹൈക്കോടതി കേസുകൾ പരിഹരിക്കാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സമയം മാത്രമല്ലല്ലോ, ഇതിനൊരു വലിയ ബാധ്യതയുള്ളതാണ്. സ്വാഭാവികമായും ഇതെല്ലാം അങ്ങനെ ഓരോ മേഖലയിലും ചില
വിഷയങ്ങളുണ്ടെങ്കിലും നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള 748 കോടി രൂപയുടെ പദ്ധതി 11 റോഡുകൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്കാണ്. ആ റോഡിനെ രൂപകൽപ്പന ചെയ്തെന്ന് പറഞ്ഞാൽ ഈ നട്ടപ്പാതിര സമയത്തും വെളിച്ചമുണ്ട്. വെളിച്ചം ഒരു കാലാവസ്ഥയിൽ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള ക്രമീകരണം കൂടിയാണ്. സ്ത്രീകൾക്കോ കുട്ടികൾക്കോ യുവതികൾക്കോ യുവാക്കൾക്കോ നടന്നു പോകാൻ സൗകര്യമായി ഒരു പ്രയാസമില്ലാത്ത അത്രയേറെ ആധുനികവൽക്കരിക്കപ്പെട്ട റോഡിൻ്റെ വികസനമായി പറയുന്ന റോഡുകൾ. ഈ പദ്ധതിയുടെ ഭാഗമായി 3 റോഡുകൾ പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ ഉൾപ്പെടുന്നതാണ് മേലെ ചൊവ്വ മേൽപ്പാലം. മേലെ ചൊവ്വയിലിപ്പോൾ ഒരു പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. കാൽടെക്സ് മേൽപ്പാലത്തിനും അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായി 130.87 കോടി രൂപയാണ് അതിൽ മാറ്റിവെച്ചിരുന്നത്. അത് മാറ്റിവെച്ചെന്ന് പറയലില്ല, ബജറ്റിൽ തുക നീക്കി വെച്ചിട്ട് തന്നെ. ആ ബജറ്റ് തുക നീക്കി വെച്ച് അത് നടപ്പിലാക്കാനുള്ള ഈ പറഞ്ഞതുപോലെ ചെറിയ ചില സൗകര്യങ്ങളും ഏറ്റെടുത്ത സ്ഥലത്തുള്ള കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റുന്ന പ്രവൃത്തി ആരംഭിച്ചു. ചാല കട്ടിംഗ് മേൽപ്പാലം, താഴെച്ചുവ സ്പിന്നിംഗ് മിൽ റോഡ്, തീരദേശ ഹൈവേ എന്നിവയുടെ പ്രവൃത്തിക്കും അനുമതിയായി. സിറ്റി റോഡ് ഇംപ്രൂവ്മെൻറ്റ് പദ്ധതി ഉൾപ്പെടുത്തിയ ചില പ്രവൃത്തികൾ ഹൈക്കോടതിയിലെ കേസുകൾ കാരണം ഉദ്ദേശിച്ച വേഗതയിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഹൈക്കോടതിയിൽ കേസ് എന്ന് പറഞ്ഞാൽ അത് കൊടുത്തത് നമ്മളെ ബഹുമാനപ്പെട്ട ജനങ്ങൾ തന്നെയാണ്. അത് അന്യസംസ്ഥാന തൊഴിലാളികളോ അന്യസംസ്ഥാനത്തിലോ അല്ല. അപ്പോൾ ഹൈക്കോടതിയിലെ കേസ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞുതരാമകമായി അതൊരു വളരെ ലാഘവത്തോട് കൈകാര്യം ചെയ്യാൻ കഴിയില്ല. അതിന് വേണ്ടി സമയം, സമ്പത്ത് എല്ലാം കൂടെ അങ്ങനെ പോയിട്ട് അത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിൻ്റെ ഭാഗമായി വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിൽ ഏറ്റവും നല്ല പ്രവർത്തനം നടന്ന മണ്ഡലങ്ങളൊന്നാണ് കണ്ണൂർ. എല്ലാ സർക്കാർ വിദ്യാലയങ്ങളും ഹൈടെക് നിലവാരത്തിൽ എത്തിച്ചു. കൂടാതെ സർക്കാർ വിദ്യാലയങ്ങളെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കാൻ സാധിച്ചു. കോട്ടട, മുണ്ടേരി ഹയർ സെക്കൻഡറി സ്കൂളുകൾ അന്താരാഷ്ട്ര പദവിയിലേക്ക് ഉയർത്തുകയും അത് മുണ്ടേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ തന്നെ ആരുടെയും മനം കവരുന്നു വെച്ചാൽ നിങ്ങൾ ആരെങ്കിലും ഇത് കണ്ടിട്ടില്ലെങ്കിൽ ഇനിയെങ്കിലും ഇത് കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. 129 കോടിയുടെ വികസന പ്രവർത്തനങ്ങളുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഈ മണ്ഡലത്തിൽ നടത്തിയത്. ആ മുണ്ടേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയോ അന്തർദേശീയ സർവകലാശാലയോ എന്താണെന്ന് മനസ്സിലാകാത്ത നിലയിലുള്ള അത്രയേറെ പ്രൗഢമായ സംവിധാനമാണ്. അതാണ് ആകെ മുൻകെടുത്തൊരു സഹപ്രവർത്തന കെ രാഗേഷ്. ആ പ്രവർത്തന പരിപാടികൾക്കൊരു ആമുഖം ആവശ്യമില്ല, കണ്ടു കഴിയേണ്ടതാണ്. നമ്മുടെ ചില നിയമസഭാ സാമാജിക കമ്മിറ്റികളായിട്ട് വന്ന് അവിടെ പോയി കണ്ടപ്പോൾ പറഞ്ഞു എന്തായി സംഭവം അത്രയേറെ. അപ്പോൾ ശ്രമിച്ചാൽ നമുക്ക് ചില ഒരു ശ്രദ്ധേയമായ മാറ്റങ്ങളുണ്ടാക്കി കഴിയുന്നില്ല. ആരോഗ്യ മേഖലയിലും വ്യത്യസ്തതകൾ എടുത്തു പറയാൻ ഏറെയുണ്ട്. കേരളത്തിൽ തന്നെ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഡയാലിസിസ് യൂണിറ്റ് ആദ്യം ആരംഭിക്കാൻ സാധിച്ചത് ഇവിടെ ഈ മണ്ഡലത്തിൽ അടക്കാട് ആറ്റടപ്പാണ്. കോവിഡ് കാലത്ത് കോവിഡ് രോഗികൾക്ക് മാത്രമായി നടത്തിയ രാജ്യത്തെ തന്നെ ഏക യൂണിറ്റും ആറ്റടപ്പയിലാണ്. ജില്ലാ ഗവൺമെൻറ് ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റി വരുന്നതിനും സാധിക്കും. ഈ ആറ്റടപ്പയിലെ ഈ ഡയാലിസിസ് സെൻ്ററിലേക്ക് വിവിധ ഭാഗങ്ങളിൽ നിന്ന് രോഗികളെത്തുകയുണ്ടായി. നാട്ടിൽ നാനാഭാഗങ്ങളിൽ നിന്ന് അവരെ ഒന്നും നിരാശരാക്കാതെ തന്നെ എല്ലാ കാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ മാറ്റുന്നതിന് സാധിച്ചു. ജില്ലാ ആശുപത്രി ഉൾപ്പെടെ 100 കോടി രൂപയുടെ നിർമ്മാണ പ്രവൃത്തികളാണ് ഇവിടെ നടത്താൻ സാധിച്ചത്. നിങ്ങൾക്ക് ജില്ലാ ആശുപത്രി വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് അറിയാം. ടൂറിസം മേഖലയിലും പരിസ്ഥിതി പുനഃസ്ഥാപന മേഖലയിലും നടത്തിയ ഇടപെടലുകൾ മണ്ഡല ചരിത്രത്തിൽ തന്നെ ആദ്യത്തേതാണ്. പൊയ്യാമ്പലം ഗാർഡൻ, ഗസ്റ്റ് ഹൗസ്, ബീച്ച്, പാലക്കാട് സ്വാമിമഠം പാർക്ക്, തലശ്ശേരി പൈതൃക ടൂറിസം പദ്ധതി ഉൾപ്പെടുത്തി പൂർപ്പഴശ്ശിക്കാവിൻ്റെ നടുമുറ്റും കുളം എന്നിവ പുതുക്കിപ്പണിഞ്ഞത്. കണ്ണൂർ ഗസ്റ്റ് ഹൗസ് ബിൽഡിങ്ങിൽ പുതുക്കിപ്പണി തുടങ്ങി നിരവധി പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അറക്കൽ കൊട്ടാരത്തിൻ്റെ പുനരുദ്ധാരണത്തിന് 7 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചിട്ടുണ്ട്. അറക്കൽ കൊട്ടാരത്തിന് നേരത്തെ തന്നെ ഞങ്ങളൊക്കെ തന്നെ 20 തവണ സഖാവെല്ലാം കൂടി കളക്ടറും എല്ലാം കൂടി പോയി എത്രയോ തവണ യോഗം നടന്നു. അവിടെ ഉണ്ടായ ചില കുടുംബ നിർദ്ദേശങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്
അതെല്ലാം തട്ടിമാറ്റി ഏകമായ തീരുമാനത്തോട് മുന്നോട്ട് പോകുന്നത് ശരിയല്ലല്ലോ എന്നുള്ളതുകൊണ്ട് അറക്കൽ രാജ കുടുംബത്തിൻ്റെയും അതിൻ്റെ പ്രൗഢിയും ഭൗതികാര സ്മരണകളും എല്ലാം കൂടി പരിഗണിച്ചത് ചെയ്തുകൊണ്ട് അല്പം താമസം മുതൽ വന്നു എന്നുള്ളത് തീർച്ചയാണ്. കഴിഞ്ഞ അറക്കക്കൊട്ടാരത്തെ കാര്യം പറഞ്ഞു. അനുകൂലമായ സ്ഥിതി ഉണ്ടായാൽ പ്രവൃത്തി ഉടനെ ആരംഭിക്കും. കൊട്ടാരത്തിൻ്റെ അധികൃതരുമായിട്ടുള്ള ചർച്ച നടത്തുന്നുണ്ട്. അവരുടെ കൂടി ഒരു അനുവാദം കൂടി ഉണ്ടായാൽ, ഒരു അനുമതി കൂടി കിട്ടിക്കഴിഞ്ഞാൽ അത് വേഗത്തിൽ ആരംഭിക്കാൻ കഴിയും. കാരണം ബഡ്ജറ്റിൽ തന്നെ കാശ് കഴിച്ചിട്ടുള്ളതാണ്. കടലായി ബീച്ച് സൗന്ദര്യവൽക്കരണത്തിന് 2 കോടി, മാപ്പിള ബേ ഹർബൽ സൗന്ദര്യവൽക്കരണത്തിന് 3 കോടി. ഈ കടലായി ബീച്ച് എന്ന് പറഞ്ഞാൽ ഒരു പാണ്ട് താമസം നല്ലൊരു സ്വാഭാവികമായ സൗന്ദര്യം അവിടെ. വൈകുന്നേരങ്ങളിൽ പോയാൽ സ്വാസ്ഥമായ സൂര്യൻ്റെ പിന്നെ ആ രംഗം അതുപോലെ മറ്റൊരിടത്തും കാണാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് വന്ന സന്ദർശകന്മാരും മാധ്യമ സുഹൃത്തുക്കളും ടൂറിസ്റ്റുകൾ പറഞ്ഞതിന് ഓർമ്മിക്കുകയാണ്. തറികളുടെ നാടായിട്ടുള്ള കണ്ണൂരിൻ്റെ ഗതകാല സ്മരണകൾ ഓർത്തുവെക്കാൻ കണ്ണൂരിൽ കൈത്തറി മ്യൂസിയം ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ലോക ഫോട്ടോഗ്രാഫി ആരാധന തീർത്ഥാടന കേന്ദ്രമായി മാറുന്ന ഫോട്ടോഗ്രാഫി മ്യൂസിയം കണ്ണൂർ നിയോജകത്തിൽ ഇടക്കാട് ആരംഭിക്കുന്നതിന് ടെൻഡർ ചെയ്യുന്നതിന് നടപടിയായി കഴിഞ്ഞു. കായിക രംഗത്തും ഒട്ടേറെ പ്രവർത്തനങ്ങളാണ് ഏറ്റെടുത്തത്. കണ്ണൂർ കായിക സ്കൂൾ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉയർത്തുന്ന നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. 10 കോടിയോളം രൂപ ഇതിനകം ഇവിടെ ചെലവഴിച്ചിട്ടുണ്ട്. മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിലെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ചു. അവിടെ 12 കോടി രൂപ ചെലവിൽ പുതിയ സ്പോർട്സ് ഹോസ്റ്റൽ ഇവിടെ യാഥാർത്ഥ്യമാക്കും. ഇന്നിപ്പോൾ ഞങ്ങൾ രാവിലെ ഇവിടെ പരിപാടി ഉണ്ടായിരുന്നു. അതിൽ ട്രാക്കും ചില പരിപാടികളൊക്കെ കൂടെ ആധുനികവൽക്കരിക്കുന്ന ചില പരിപാടികൾ അവിടെ ഇന്ന് ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇൻഡോർ സ്റ്റേഡിയത്തിലെ അറ്റകുറ്റപ്പണികൾ അവിടെ 12 കോടി രൂപ ചെലവിൽ പുതിയ സ്പോർട്സ് ഹോസ്റ്റൽ ഇവിടെ യാഥാർത്ഥ്യമാകും. ചേലോര സ്കൂൾ ഗ്രൗണ്ട് 1 കോടി രൂപ ഉപയോഗിച്ച് നവീകരിച്ച് കഴിഞ്ഞു. തോട്ടട പോളി ഗ്രൗണ്ട് നിർമ്മാണം പൂർത്തിയാക്കും. തലമുണ്ട സ്റ്റേഡിയം 7 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്നതിന് ടെൻഡർ നടപടി പൂർത്തിയായി. കണ്ണൂർ ശ്രീനാരായണ കോളേജ് ഗ്രൗണ്ട് 1 കോടി രൂപ ഉപയോഗിച്ച് നവീകരിക്കും. ഇതെല്ലാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി നടത്തിയിട്ടുള്ള മറ്റ് ചെറുതും വലുതായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ഗ്രൗണ്ടിൽ നവീകരണം. പക്ഷേ ഇത് പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ശ്രദ്ധേയമായ പ്രാദേശിക വിഷയങ്ങളായിട്ടുള്ള സ്ഥാപനങ്ങളാണ്. കണ്ണൂർ കോടതിക്ക് 25 കോടി ചെലവിൽ പുതിയ കെട്ടിട പ്രവൃത്തി നടക്കുന്നുണ്ട്. 1ാം നില കോൺക്രീറ്റ് കഴിഞ്ഞു. കൂടാതെ ജുഡീഷ്യൽ ഓഫീസേഴ്സിനുള്ള ക്വാർട്ടേഴ്സ് നിർമ്മിക്കാൻ 7 കോടി രൂപ അനുവദിച്ചു. പഴശ്ശി ഇറിഗേഷൻ ഭൂമിയിലാണ് ക്വാർട്ടേഴ്സ് നിർമ്മിക്കുന്നത്. പ്രസ്തുത പ്രവൃത്തി ഉടൻ തുടങ്ങും. കൂടാതെ പബ്ലിക് സർവീസ് കമ്മീഷൻ സ്വന്തമായി പുതിയ ഓഫീസ് നിർമ്മിക്കാൻ സംസ്ഥാന സർക്കാർ തുക അനുവദിച്ചിട്ടുണ്ട്. പ്രസ്തുത ഓഫീസ് നിർമ്മിക്കാൻ പഴശ്ശി ഇറിഗേഷൻ ഭൂമി അനുവദിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് കിട്ടുന്ന കുറച്ച് കാലതാമസമായി അത് ചെയ്തു തരും. നിർമ്മാണ പ്രവൃത്തി ഉടൻ ആരംഭിക്കും. കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷന് പുതിയ ഓഫീസ് കെട്ടിടം നിർമ്മിക്കാൻ സംസ്ഥാന സർക്കാർ 36 കോടി രൂപ കിഫ്ബിയിൽ നിന്നും അനുവദിച്ചിട്ടുണ്ട്. കെട്ടിട നിർമ്മാണ പ്രവർത്തനം അവസാന ഘട്ടത്തിലാണ്. രാജ്യത്ത് തന്നെ മാതൃകയായ പരിസ്ഥിതി പുനഃസ്ഥാപന പ്രവർത്തനത്തിന് കഴിഞ്ഞ 10 വർഷത്തിൻ്റെ കണ്ണൂരിൽ നടന്ന നദീതര കീർത്തന പരിപാലന കാഴ്ചപ്പാടും പ്രവർത്തന പരിപാടികളും കായികമായി പ്രതിരോധമാണ്. കാനാമ്പുഴ പുനരുജ്ജീവന പരിപാടി 10 കിലോമീറ്റർ ദൈർഘ്യമുള്ള പുഴയെ മാലിന്യങ്ങൾ നീക്കി പുനരുജ്ജീവിക്കാൻ സാധിച്ചത് രാജ്യത്ത് തന്നെ അപൂർവമായ ശ്രമങ്ങളൊന്നാണ്. അത് ഒരു മഹാശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു. വാസ്തവത്തിൽ എത്രയോ വിദേശികൾ ഉൾപ്പെടെയുള്ളവർ വന്ന് കണ്ടിട്ടുണ്ട്. അതിന് വിഷയവുമായി ബന്ധപ്പെട്ട് തലസ്ഥാന നഗരത്തിൽ തന്നെ നിരവധി സെമിനാറുകളും കൂടിക്കാഴ്ചകളും തന്നെ കാനാമ്പുഴ പദ്ധതിയുടെയും വികസന പ്രവർത്തനങ്ങളുടെയും ചുമതലക്കാരെന്ന നിലക്ക് നമ്മുടെ ശ്രീ എൻ ചന്ദ്രൻ തന്നെയാണ് ആ സെമിനാറുകളിലും ചർച്ചകളിലൊക്കെ പങ്കെടുത്ത് ഇതാണ് കാനാമ്പുഴ പദ്ധതി. അവരെല്ലാം കേട്ട് അമ്പരക്കുകയാണ് ചെയ്തത്. ഇങ്ങനെയൊരു പരിപാടി നമ്മുടെ നാട്ടിൽ നടക്കുമോ, നടത്താൻ കഴിയുമോ എന്നായിരുന്നു അവരുടെയൊക്കെ ചോദ്യങ്ങൾ. അതിന് ഇന്ന കാര്യങ്ങൾ ചെയ്തു. ഞങ്ങൾ ആദ്യകാലത്ത് നടന്ന ഒരു വയൽ വരമ്പിലൂടെയുള്ള ഒരു നമ്മുടെ യാത്രയുണ്ട്. അതുൾപ്പെടെയാണ് ശ്രീ എൻ ചന്ദ്രൻ അവിടെ വിശദീകരിച്ചത്. ഇതെല്ലാം കേട്ടപ്പോൾ അവർ നിശബ്ദരായി നിൽക്കുകയും അവർക്കുള്ള സംശയങ്ങൾ ചോദിച്ചതിന്
മറുപടി കാത്തിരിക്കുകയും മറുപടി കേൾക്കുകയും ചെയ്തു എന്നത് ഒരു വസ്തുതയാണ്. ഏകദേശം 10 കിലോമീറ്റർ ദൈർഘ്യമുള്ളതാണ് നമ്മുടെ ഈ കാനാമ്പുഴ പദ്ധതി. മാലിന്യങ്ങൾ നീക്കി പുനരുജ്ജീവിക്കാൻ സാധിച്ചത് രാജ്യത്ത് തന്നെ അപൂർവമായതാണ്. പദ്ധതിയിൽ ആദ്യം പൂർത്തിയാക്കാൻ MLA ഫണ്ട്, ഇറിഗേഷൻ വകുപ്പിൻ്റെ ഫണ്ട്, നബാർഡ് ഫണ്ട് എന്നിവയാണ് അതിനുവേണ്ടി പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞത്. 8 കോടി രൂപ ഇതിനായി ചെലവഴിച്ചു. രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾക്കുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയും തുടങ്ങി. തുടർ നടപടികൾ വേഗത്തിലാക്കുകയും ചെയ്തിട്ടുണ്ട്. നഗര സൗന്ദര്യവൽക്കരണം ഉൾപ്പെടെയുള്ള അടിസ്ഥാന പ്രവർത്തനങ്ങൾക്ക് 1600 കോടി രൂപയിലധികം വരുന്ന പദ്ധതികളാണ് കണ്ണൂർ മണ്ഡലത്തിൽ നടന്നത്. കണ്ണൂർ നിയോജകമണ്ഡലം വരുന്ന ഭാവിയിൽ കൈവരിക്കേണ്ടത് ലക്ഷ്യങ്ങൾ വളരെ വിശദമായി ചർച്ച ചെയ്ത് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച നഗരസ്ഥാനമെന്ന നിലയിൽ കണ്ണൂരിനെ മാറ്റാനാണ് നമ്മുടെ ശ്രമം. ഇതിനായി ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ആയതിനുള്ള നിർദ്ദേശങ്ങൾ സമാഹരിക്കാൻ ലക്ഷ്യമിട്ടാണ് മണ്ഡലം വികസന സെമിനാർ നടത്താൻ തീരുമാനിച്ചത്. 14-ാം തീയതി നടക്കുന്ന വികസന സെമിനാറിൽ ഞങ്ങളിവിടെ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത് എന്ന് പറയുകയും ആ കാര്യത്തിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരായ അംഗങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഇതിനെ കേട്ട് അതിന് വിശദീകരണം കൊടുക്കേണ്ടത്, തീരുമാനിക്കേണ്ടത്, നടപടി സ്വീകരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ആ സമഗ്രവൽക്കരിക്കപ്പെട്ട സെമിനാറിൻ്റെ പരിപാടി. മാർച്ച് 14 രാവിലെ 10 മുതൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഹാളിലാണ് നടത്തുന്നത്. മുൻ വ്യവസായ വകുപ്പ് മന്ത്രി CP ജയരാജൻ സെമിനാർ ഉദ്ഘാടനം ചെയ്യും. മണ്ഡലം MLAയും പിന്നെ ഞാൻ പങ്കെടുക്കുന്നതാണ്. അതുകൊണ്ട് ഈ പരിപാടികളെല്ലാം തന്നെ നമ്മുടെ മണ്ഡലത്തിൻ്റെ സമഗ്രവൽക്കരിക്കപ്പെട്ട പുരോഗതിക്ക് വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള അതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എപ്പോഴും പറഞ്ഞത്. വികസന പ്രവർത്തനങ്ങളിൽ നാടിൻ്റെ മുന്നേറ്റുള്ള പ്രയാണങ്ങളിൽ എല്ലാം വിസ്മരിച്ച് ജാതിയില്ല, മതവുമില്ല, രാഷ്ട്രീയമൊന്നുമില്ല, എല്ലാവരും സഹകരിക്കണം. അങ്ങനെയായാൽ നമുക്കെല്ലാം കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ. അതുതന്നെയാണ് ഞങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്.